സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്പലത്തിൽ വെച്ച് ഷാമയെ കണ്ട് കുറേ ആൾക്കാർ തിരിച്ചറിയുവാണ്. ഷാമയോട് ഒരു പാട്ടൊക്കെ പാടാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ വെച്ച് അവരുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഷാമ അവർക്ക് വേണ്ടി ഭഗവാന്റെ ഒരു പാട്ടൊക്കെ പാടുവാണ്. അതിനുശേഷം അവരൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല ഷാമയുടെ പൊങ്കാലിടുന്നുണ്ടോ? ആ ഉണ്ടല്ലോ. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന പൊങ്കാലിടുന്നതാണ് കേട്ടോ. ഈ സമയം രാധികയും പ്രിയങ്കയും കൂടി അവിടെ ഇരുന്ന് പൊങ്കാലിടുന്നുണ്ടാവും. പ്രിയങ്കയാണെങ്കിൽ വെയിലൊക്കെ കൊണ്ട് സഹിക്കാൻ പറ്റാതെ കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് കേട്ടോ. രാധിക പൊങ്കാല വെക്കാനുള്ള കലവും മറ്റ് സാധനങ്ങളും അങ്ങനെ ഒരുക്കങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാധിക പ്രിയങ്കയെ വിളിക്കുക, പ്രിയെ ഇങ്ങ് വന്നേ, ദേ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വാ, ഞാനിതാ നിങ്ങളുടെ അരികിലേക്ക് വരണോ? അങ്ങനെ രാധിക തന്നെ അവിടെ നിന്നിട്ട് പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുക. നീ എൻ്റെ അരികിൽ വന്ന് നിൽക്ക്, അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിന്നെയും കൂടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അന്നേരം പ്രിയ പറയണേണ്, ഓ അത് ശരി, അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് മുമ്പിൽ എനിക്കൊന്നും അറിയാത്തവളാണെന്ന് എല്ലാവർക്കും മുമ്പിൽ കാണിക്കണം അല്ലേ? നിങ്ങൾക്ക് മാത്രമേ എല്ലാം അറിയാമെന്നും പറഞ്ഞ് ഇവിടെയുള്ള ആളുകൾക്ക് മുമ്പിലൊക്കെ വലിയ ആളാവണം, അതല്ലേ നിങ്ങളുടെ ആവശ്യം? അയ്യോ പ്രിയെ, ഞാനതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നിനക്കിതൊന്നും അറിയില്ലല്ലോ, പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ചു. അതെ, നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി കാണുമെന്ന് നിൽക്കണ്ട, എന്നെ സഹായിക്കാനല്ലേ വന്നത്, അപ്പോൾ ഇതൊക്കെ എനിക്ക് പകരം ഇരുന്ന് അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്നവർക്കൊന്നും എന്നെ വലിയ പരിചയം ഉണ്ടാവില്ല, പക്ഷേ 2-3 വർഷം ഒന്ന് കഴിയട്ടെ, 2-3 സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞാലേ പിന്നെ ഞാനിവിടെ വരുമ്പോൾ ആൾക്കാരെല്ലാവരും എൻ്റെ ചുറ്റും കൂടി നിൽക്കും, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ ആയിരിക്കും. പിന്നെ ആ സമയം കളയാതെ ചെല്ല്, എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യും. അങ്ങനെ രാധിക അവിടെ ഇരുന്ന് പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ ചെയ്യുവാണ്. ഇതേസമയം ശ്യാമയും അമൃതയും മാലതിയും കൂടി വേറൊരു ഭാഗത്തിരുന്ന് പൊങ്കാല ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ അമൃതയായിരിക്കും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ സമയം ഷാമയാണെങ്കിൽ അവിടെ നിന്ന് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാധികയെ കാണാനായിട്ട്. ഈ സമയം ഷാമ ഇങ്ങനെ ആരോ ചുറ്റും തിരയുന്നത് മാലിനി ശ്രദ്ധിക്കുവാണ്. മാലിനി ഇതാരെയാ ഷാമ അവിടെ ഇങ്ങനെ അന്വേഷിക്കുന്നത് എന്നും പറഞ്ഞ് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ സമയം ഷാമ അമൃതയോട് പതിയെ ചോദിക്കുക, അമൃതയെടുത്തി മോൾ ഇതുവരെ കണ്ടില്ലല്ലോ, ഒരു കാര്യം ചെയ്യ്, ഞാനും നമ്മളെ പോയി നോക്കിയിട്ട് വരാം, അവളും പൊങ്കാലിടാൻ വന്നിട്ടുണ്ടല്ലോ, ഒന്ന് പോയിട്ട് പറ്റുവാണെങ്കിൽ അവളും കൂടി പൊങ്കാലിടുന്ന എനിക്കൊന്ന് കാണണമെന്നുണ്ട്, ഞാനിപ്പോൾ വരാമേ. അങ്ങനെ പറഞ്ഞ് ഷാമ അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം മാലിനിയാണെങ്കിൽ അവരുടെ സംസാരം കേൾക്കാനായിട്ട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുമ്പോൾ ചെറുതായിട്ട് കുറച്ചൊക്കെ കേൾക്കുവാണ്. അങ്ങനെ ഷാമയുടെ മകള് ഇവിടെ പൊങ്കാലിടാൻ എത്തിയിട്ടുണ്ടെന്ന് മാലിനിയും മനസ്സിലാക്കുവാണ് കേട്ടോ. ഉടനെ തന്നെ കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് ഐശ്വര്യയെ ഫോണിൽ വിളിക്കുക. ഹലോ ഐശ്വര്യ മാഡം, ഞങ്ങളെ ഇവിടെ പൊങ്കാലിടാൻ വന്നിരിക്കുകയാണല്ലോ, ഇവിടെ ശ്യാമ മാഡത്തിൻ്റെ മകൾ പൊങ്കാലിടാൻ എത്തിയിട്ടുണ്ട്. ശ്യാമ മാഡം അത് അമൃത മാഡത്തോട് പറയുന്നത് ഞാൻ ശരിക്കും കേട്ടതാണ്. സത്യമാണോ മാലിനി നീ പറയുന്നത്? അതേന്നെ സത്യമാണ്, ഇപ്പം മോളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നടക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഐശ്വര്യ പറയണേ, മാലിനി ഒരു കാര്യം ചെയ്യ്, ശ്യാമയുടെ അരികത്തിന് എനിക്കും കൂടി പൊങ്കാലിടാനായിട്ട് കുറച്ച് സ്ഥലം പിടിച്ചോ, ഞാൻ ഉടനെ തന്നെ അവിടെ എത്തുന്നുണ്ട്. ഇത്തവണത്തെ ഈ പൊങ്കാല ബലം ചെയ്യാൻ പോകുന്നത് ശ്യാമക്കല്ല, എനിക്കായിരിക്കും, അവളുടെ മോളെ ഇനി ഞാൻ കണ്ടെത്തിയിരിക്കും. അങ്ങനെ പറഞ്ഞ് ഐശ്വര്യ കോള് കട്ടാക്കിയിട്ട് പൊങ്കാലിടുന്ന സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പൊങ്കാലിടാനായിട്ട് ചൂട്ടൊക്കെ കത്തിക്കാൻ വേണ്ടി രാധിക ചൂട്ടും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്ത് പ്രിയങ്കയുടെ കൈ കൊടുക്കുവാണ്. അങ്ങനെ പ്രിയങ്ക അത് കത്തിക്കാനൊക്കെ ശ്രമിക്കുകയാണ് കേട്ടോ. ഈ സമയം രാധിക പറയുന്നുണ്ട്, പ്രിയെ എനിക്ക് കൂടി ഒരു പൊങ്കാല നേർച്ചയുണ്ട്, ഒരു പൊങ്കാല എനിക്ക് കൂടി ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അന്നേരം പ്രിയ പറയണേ, അതെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ചേച്ചി എന്നെ സഹായിക്കാനല്ലേ വന്നിരിക്കുന്നത്, അത് മാത്രം ചെയ്താൽ മതി, അല്ലാതെ കൂടുതൽ നേർച്ചയും വഴിപാടൊന്നും കഴിക്കാൻ നിൽക്കണ്ട, ഇയാളിപ്പോൾ പൊങ്കാലിടാൻ നിൽക്കണ്ട, മനസ്സിലായോ? ഈ സമയം ഇത് കേട്ട് അരികിൽ നിന്ന ചേച്ചിമാർ പറയണേ, അയ്യോ കുട്ടി അങ്ങനെയൊന്നും പറയാൻ പാടില്ല, പൊങ്കാല നേർച്ചയെക്കുറിച്ച് എന്താണെന്നറിയാത്തതാണ് കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇങ്ങനെ ഭഗവാന് മുമ്പിൽ നിന്ന് അഹങ്കാരം പറഞ്ഞാലുണ്ടല്ലോ അപ്പം തന്നെ അതിൻ്റെ ശിക്ഷ കിട്ടും. അന്നേരം പ്രിയങ്കയ്ക്ക് അങ്ങ് ദേഷ്യം വരുക, നിങ്ങൾ ആരും ഇങ്ങനെയൊക്കെ പറയാൻ, എനിക്കിഷ്ടമുള്ള രീതിയിൽ സംസാരിക്കും, നിങ്ങൾ അതിൽ ഇടപെടാനൊന്നും നിൽക്കേണ്ട, അങ്ങോട്ട് മാറ്. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക അവർ വായി തോന്നിയതൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് ആ പൊങ്കാലയുടെ കലം കത്തിക്കാൻ ശ്രമിക്കുവാണ്. ഈ സമയം അവർക്കും നല്ല ദേഷ്യം വരുക. അവർ പറയുക, എന്തൊരു അഹങ്കാരിയാ, ഇതിനുള്ള ശിക്ഷ ഭഗവാൻ നേരിട്ട് തന്നെ കൊടുക്കും, നല്ലൊരു ദിവസമായിട്ട് പറയുന്നത് കേട്ടില്ലേ? അങ്ങനെ പറഞ്ഞ് അവരവരുടെ ജോലി നോക്കി പോകുവാണ്. ഈ സമയം പ്രിയങ്ക കത്തിക്കാൻ ശ്രമിച്ചിട്ടാണെങ്കിൽ പ്രിയങ്കയ്ക്ക് വല്ലാത്തൊരു തളർച്ച തോന്നുവാണ് കേട്ടോ, തല കറങ്ങുന്നത് പോലെ തോന്നുവാണ്. അങ്ങനെ പ്രിയങ്ക അവിടെ മയങ്ങി വീഴാൻ പോകുവാണ് കേട്ടോ. ഈ സമയം രാധിക പ്രിയങ്കയെ താങ്ങിപ്പിടിച്ച് അവിടെ ഇരുത്തുകയും തോന്നുകൊണ്ട് മുഖമൊക്കെ ഒപ്പിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തു പറ്റി, എന്താ പ്രിയങ്കയെ? അറിയില്ല ചേച്ചി, വല്ലാത്തൊരു തളർച്ച പോലെ, എനിക്ക് വയ്യ, ചേച്ചി തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ് പ്രിയങ്ക പൊങ്കാലിടാനായിട്ട് രാധികയോട് തന്നെ പറയുവാണ്. ഈ സമയം അതെല്ലാം വാങ്ങി തീയൊക്കെ കത്തിച്ച് രാധിക തന്നെ പൊങ്കാലിടുവാണ്ടോ. ഈ സമയം ശ്യാമയാണെങ്കിൽ രാധികയെ തിരഞ്ഞ് അന്വേഷിച്ച് വരുമ്പോൾ അവിടെ ഇരുന്ന് പൊങ്കാലിടുന്ന രാധികയെ കാണുവാണ്. അങ്ങനെ രാധികയെ കണ്ട മനസ്സ് നിറയുവാണ്ടോ ശ്യാമക്ക്. ഒത്തിരി സന്തോഷത്തോടെ ശ്യാമ അവിടെ നിന്ന് തിരിച്ചു പോകുവാണ്. ഇതേസമയം രാധികയുടെ പൊങ്കാലിടുന്നതൊക്കെ കണ്ടിട്ട് അപ്പുറത്തുനിന്ന് ചേച്ചിമാരൊക്കെ പറയണേ, ആഹാ കുട്ടി എത്ര നന്നായിട്ട് പൊങ്കാലിടുന്നത്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കുട്ടിക്ക് നല്ലപോലെ അറിയാലോ. അങ്ങനെ അവരെല്ലാവരും രാധികയെ പുകഴ്ത്തുന്നത് കേട്ടിട്ട് പ്രിയങ്കക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പ്രിയങ്ക അപ്പം തന്നെ രാധികയുടെ കയ്യിൽ നിന്ന് കലമൊക്കെ വാങ്ങുക.
മതി മതി ഇനി ഞാൻ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞ പ്രിയങ്ക തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമായിരിക്കും. അത് കാണുമ്പോൾ ആ ചേച്ചി പറയണേ, കുട്ടി ഇപ്പോൾ കിട്ടിയത് കൊണ്ടൊന്നും പഠിച്ചില്ലല്ലേ, വീണ്ടും അഹങ്കാരമായിട്ട് വരുവാണല്ലേ. ഭഗവാന്റെ മുമ്പിൽ ഇത്ര അഹങ്കാരം അത്ര നല്ലതല്ല കേട്ടോ. അന്നേരം പ്രിയങ്കക്ക് വീണ്ടും ദേഷ്യം വരുക. ചേട്ടാ ഇത് വലിയ കഷ്ടമല്ലോ, നിങ്ങൾക്കിപ്പോൾ എന്താ ഇത്രയൊക്കെ പ്രശ്നം? നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോതല്ലേ, അവർ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുവാണ്. ഈ സമയം ആ ചേച്ചിമാരുടെ അരികിലേക്ക് വേറെ 2 ചേച്ചിമാർ വരുക. അതെ, അവിടെ ഗായിക ശ്യാമമ്മയുടെ പൊങ്കാലിടുന്നുണ്ട്. ആണോ? ആ എനിക്കും ഒന്ന് കാണണമെന്നുണ്ട്. എന്താണെങ്കിലും പൊങ്കാലിട്ട് കഴിയട്ടെ. ശ്യാമമ്മയുടെ കണ്ടു, പറ്റുവാണെങ്കിൽ ഒരു ഫോട്ടോയും കൂടി എടുക്കണം. അങ്ങനെ അവർ പറയുന്നതൊക്കെ രാധിക കേൾക്കുവാണ്. ശ്യാമ മാഡം എന്ന് പറഞ്ഞ് രാധിക ഉടനെ തന്നെ ശ്യാമയെ കാണാനായിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം ഈ കാഴ്ച കൊണ്ട് പ്രിയങ്ക പറയണേ, ചേച്ചി ഇതവിടെ പോകുവാം. എന്നാൽ അതൊന്നും കേൾക്കാതെ രാധിക അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. അങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പൊങ്കാലിടുന്ന ശ്യാമേനെ അന്വേഷിക്കുവാണ് കേട്ടോ രാധിക. ഇതേ സമയം ഐശ്വര്യം അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഐശ്വര്യം മാലിനിയും കൂടി ശ്യാമയുടെ തൊട്ടരികിൽ തന്നെ കുറച്ച് നീങ്ങിയിരുന്ന് പൊങ്കാലിട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അന്നേരം മാലിനി പറയണേ, മാഡം ഇവിടെയുള്ളവർ ചെയ്യുന്നതൊക്കെ നോക്കി അങ്ങ് ചെയ്താൽ മതി, എനിക്കും പൊങ്കാലിടുന്നതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. അന്നേരം ഐശ്വര്യ പറയുന്നുണ്ട്, അതിന് ഞാനോട് പൊങ്കലിടാനൊന്നുമല്ലോ വന്നിരിക്കുന്നത്, ശ്യാമയുടെ മകളെ കണ്ടുപിടിക്കാനല്ലേ, അവളെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം പെട്ടെന്ന് അവിടെ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും കേട്ടോ അതുവഴി ശ്യാമയെ അന്വേഷിച്ചു വരുന്ന രാധികയെ ഐശ്വര്യ കാണുന്നത്. അങ്ങനെ രാധികയെ കണ്ട് അമ്പരന്ന് നിൽക്കുവാണ് ഐശ്വര്യ. മാലിനി ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഐശ്വര്യ രാധികയുടെ പിന്നാലെ പോകാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് വല്ലാത്തൊരു പുകമറ ഐശ്വര്യയുടെ മുമ്പിൽ വരുവാണ്. ഐശ്വര്യക്കാണെങ്കിൽ കണ്ണ് കാണാനും പറ്റുന്നില്ല, വല്ലാതെ കണ്ണ് നീറുന്നത് പോലെ തോന്നുവാണ് കേട്ടോ. അങ്ങനെ ഐശ്വര്യ അവിടെ നിന്ന് ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇത് കണ്ടുന്ന ആൾക്കാരൊക്കെ ഐശ്വര്യ നോക്കിയിട്ട് ചോദിക്കണേ, അല്ല ഇവർക്കിതെന്താ പറ്റിയത്? അതെ, നിങ്ങൾക്ക് എന്താ പറ്റിയത്, എന്തേ കാണിക്കുന്നത്? അന്നേരം ഐശ്വര്യ ദേഷ്യത്തിൽ അവരോട് ചോദിക്കണേ, ഓ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ നിൽക്കുന്നത്, മനുഷ്യനെ കണ്ണെരിഞ്ഞിട്ട് വയ്യ, ഇവരെന്തൊക്കെയാണ് പറയുന്നത്, ഇവർക്കെന്താ ഭ്രാന്താണോ എന്നും പറഞ്ഞ് അവരെല്ലാവരും അന്തിച്ച് നിൽക്കുവാണ്ടോ. ഈ സമയത്താണെങ്കിൽ ഐശ്വര്യയുടെ മുമ്പിൽ നിന്ന് രാധികയെ മാഞ്ഞു പോകുവാണ്. രാധിക അവിടേക്ക് നോക്കിയിട്ട് ഐശ്വര്യക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഐശ്വര്യ നിരാശയോട് തിരികെ എത്തുക. എന്നിട്ട് മാലിനിയോട് പറയണേ, മാലിനി ശ്യാമയുടെ മകളെ ഞാൻ കൺമുമ്പിൽ കണ്ടതാ, അവളുടെ പിന്നാലെ ഞാൻ പോയതുവാ, പക്ഷെ പെട്ടെന്ന് എവിടുന്നോ വല്ലാത്തൊരു പുക, മനുഷ്യൻ്റെ കണ്ണ് നേരിട്ട് എനിക്ക് പറ്റുന്നുണ്ടായില്ല, എനിക്ക് പിന്നെ അവളെ കാണാനേ പറ്റിയില്ല. അന്നേരം മാലിനി പറയണേ, പുക ഉണ്ടാകാനാണോ പ്രയാസം, ഇവിടെ എല്ലാവരും പൊങ്കാലിട്ടുകൊണ്ടിരിക്കുമല്ലേ, അതിൻ്റെ ഒരു പുക ഉണ്ടാകുമല്ലോ. അന്നേരം ഐശ്വര്യ പറയണേ, ഇതങ്ങനെയൊന്നുമല്ല, മനഃപൂർവ്വം അവൾ എൻ്റെ മുമ്പിൽ നിന്ന് മറക്കാൻ വേണ്ടി വന്ന പുക തന്നെയാണ്. ഇതേസമയം രാധികയാണെങ്കിൽ അവിടെ എല്ലാം വീണ്ടും ശ്യാമയെ അന്വേഷിച്ച് നടക്കുവാണ് കേട്ടോ. ഈ സമയം ശ്യാമ അമൃതയും കൂടി പൊങ്കാലിടുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ അരികിലേക്ക് രാധിക എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്